സാക്ഷ്യം പറഞ്ഞോട്ടെ. എന്റെ സാക്ഷ്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണ്ടൊക്കെ ചോദിച്ചു എത്ര മണിക്കൂർ സംസാരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു 5 മണിക്കൂർ വരെ പോകുന്നത്. ഇത് ഞാൻ എങ്ങനെ പഠിച്ചതെന്നറിയാം. ഞാൻ മുരിങ്ങൂര് പോയപ്പോഴാണ്. ഞാൻ മുരിങ്ങൂര് എന്ന് 2 മണിക്കൂർ പ്രസംഗിച്ച് ചിരിക്കാൻ തുടങ്ങിയ പരക്കലച്ചമ്മ ചാടി എഴുന്നേറ്റ് എന്റെ ചെവി വന്നു പറഞ്ഞു, ഒരു 2 മണിക്കൂറൂടെ പറഞ്ഞു ഇവിടെ ആർക്കും പോകാൻ ധൃതിയില്ലെന്ന്. എനിക്ക് പോകാൻ ധൃതിയുണ്ട് ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ ഞാൻ അച്ഛനെ നോക്കി, അച്ഛൻ എന്നെ ഇന്ന് പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. അച്ഛൻ കാറ് വിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നല്ലേ, വല്ലതും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛാ, പ്രൈസ് ലോർഡ്. ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ പാട്ടുകാർ പാടിക്കൊണ്ടിരിക്കുക, ഗ്യാപ്പ് ഇട്ടേച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക്. എന്താ കാരണം എന്ന് പറഞ്ഞു. ഓ, തീ കത്തിക്കൊണ്ടിരിക്കുക, ഡോക്ടർ ഇപ്പൊ നിൽക്കണ്ട, ജനമെല്ലാം സന്തോഷിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചു 5 മണിക്കൂർ വരെയും 3 മണിക്കൂർ വരെയും സുഖമായിട്ട് പ്രസംഗിക്കാം. ഇന്ന് എന്നോട് ചോദിച്ചാ കയറ്റിയിരിക്കുന്നത് എത്ര മണിക്കൂർ പ്രസംഗിക്കണം. പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് തിരിച്ചു പോകണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ സാക്ഷ്യം കേൾക്കണമെങ്കിൽ തന്നെ നിങ്ങൾ കുറെ ദിവസം ഇരിക്കേണ്ടി വരും. പക്ഷെ എന്റെ ചെറുപ്രായത്തിലെ 1-2 സാമ്പിൾ മാത്രം പറയാം. അത് കേട്ടു പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഈ ലോകത്ത് ജനിക്കുമ്പോൾ ഒരു വലിയ തലയും ചെറിയ ശരീരവുമുള്ള ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന മാറാ രോഗമുള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. നിങ്ങൾ അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനത്തെ കുട്ടികളെ പിച്ചയ്ക്ക് വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരുള്ള ഒരു അനാഥാലയത്തിൽ പോൾ മേഴ്സി ഹോമില് 25-30 പിള്ളേരെ അങ്ങനെ കടത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് എന്റെ ഹോസ്പിറ്റലിൽ ഇത്രയും വലിയുള്ള ഒരു തലയുള്ള കുട്ടി, ആദർശ് എന്ന് പറഞ്ഞ കുട്ടി അവിടെ കിടപ്പുണ്ട്. അങ്ങേപ്പുറത്തെ റൂമിൽ കിടക്കുന്ന ഒരു പയ്യൻ ഇവന്റെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് ഇന്നലെ പറഞ്ഞു. എന്നെ ഫോൺ ചെയ്ത് അവർ വിളിച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ആര് സങ്കടപ്പെട്ടു പോകും. ഒരു വലിയ തലയും ചെറിയ ശരീരവുമായി ജീവിക്കാൻ വകയില്ലാതെ ഈ ജോർജ് കോവൂർ ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും വലിയ ഭാരമായി, എല്ലാവരുടെയും കണ്ണുനീരിന്റെ പാത്രമായി, ഒരു വ്യസനത്തിന്റെ കൂമ്പാരമായി, ആർക്കും സഹായിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ. അന്ന് ഇതിന് ഓപ്പറേഷൻ ഇല്ലായിരുന്നു. എന്നെ കൊണ്ടുപോയി ഡോക്ടർ ജേക്കബ് ചാണ്ടി, ജേക്കബ് എബ്രഹാം, അറിയാവുന്ന എല്ലാ ന്യൂറോ സർജന്മാരെ, ഞാൻ പഠിച്ചത് വെല്ലൂരാണ്, അവിടെയുള്ള എന്റെ ഗുരുക്കന്മാരെ എല്ലാം കാണിച്ചു. അവർ പറഞ്ഞു ഈ കുട്ടി ജീവിക്കുകയില്ല, ഈ കുട്ടി വളരുകയില്ല, ഈ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാകുകയില്ല, വളരുകയില്ല, ജീവിക്കുകയില്ല, ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട ദൈവം, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ മനസ്സിലാക്കിയ ദൈവം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അത്ഭുതവും ഭയങ്കരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ യഹോവയെ സ്തുതിക്കാം. തല നിറച്ച് വെള്ളമായിട്ട് എന്നെ സൃഷ്ടിച്ചെങ്കിലും ദൈവം അത്ഭുതമായിട്ടാണ് സൃഷ്ടിച്ചത്. നിങ്ങളെക്കാട്ടിലും വലിയ തലയല്ലേ. ഹെൽമെറ്റ് മേടിക്കാൻ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഹെൽമെറ്റ് ഇല്ല എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തല നിറച്ച് വെള്ളവുമായി എങ്ങോട്ട് ഇറങ്ങി വന്നെങ്കിലും അത് തമ്പുരാന്റെ പദ്ധതിയിൽ രേഖപ്പെട്ടതായിരുന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ഓപ്പറേഷൻ ഇല്ലാഞ്ഞത് കൊണ്ട് എല്ലായിടത്തുനിന്നും തള്ളിക്കളഞ്ഞു. ഇനി മരണം മാത്രം വിധി എഴുതി. എന്റെ അമ്മയുടെ ആങ്ങളമാര് ഫോട്ടോ എടുത്ത് അമ്മയുടെ ചേട്ടത്തി പറഞ്ഞുകൊണ്ട് കളകുഞ്ഞിനെ, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ്, ഭക്ഷണം കഴിക്കുകയില്ല, വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്, ഇത്രയും പോകുന്നൊരു ശരീരം, ഇത്രയും വലിയൊരു തലയും. ദൈവം അവരോട് സംസാരിച്ചു, എന്റെ അപ്പനോടും അമ്മയോടും സംസാരിച്ചു. മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടെ സകലവും ചെയ്യുമെന്ന്. ഛർദ്ദിച്ച് കിടക്കുന്ന കുഞ്ഞിനെ വല്യമ്മയുടെ കൈ കൊടുത്തേച്ച് ഈ പുസ്തകവും പിടിച്ചുകൊണ്ട് സുവിശേഷത്തിനായി എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇറങ്ങി. അവർ സ്വർഗരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ സ്വർഗരാജ്യം ഈ പൈതലിന് വേണ്ടി ഇറങ്ങി. ഇന്ന് രാത്രി ഞാൻ സ്വർഗരാജ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ സ്വർഗരാജ്യം എന്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി 100% ഇറങ്ങുമെന്ന് എനിക്ക് നിശ്ചയമായി അറിയാം. ഹല്ലേലൂയ. എന്റെ ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ എന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവനോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ഹല്ലേലൂയ. എത്ര തുള്ളിയാൽ, എത്ര ചാടിയാൽ, എത്ര ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. ഒരു നന്മയ്ക്കും കുറവില്ലാതെ ഈ കോവൂരിനെ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ നടത്തിയ ദൈവം നല്ലവൻ, 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 നല്ലവൻ. മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ രക്ഷിച്ച ശേഷം വെറും MBBS പാസ്സാക്കി വിട്ടില്ല, MS കൊടുത്തു വിട്ടില്ല, MS MCH എടുത്ത് ലോകത്തിലെ പ്രധാനമായ വലിയ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും സീനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. അവന്റെ പ്രവൃത്തി പൂർണ്ണമാണ്. അവൻ പകുതിക്കൊന്നും ചെയ്യില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. എന്റെയും നിന്റെയും പ്രയത്നം ദൈവം കൂടെയില്ലെങ്കിൽ വെറുതെയാണെന്ന് മനസ്സിലാക്കിക്കോണം.
ദൈവം കൂടെയുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ വീട് പണി ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ, ദൈവ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദേശത്ത് ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവം ഒരുക്കുമാറാകട്ടെ. ഇനി എന്റെ സാക്ഷ്യത്തിന്റെ കുറച്ച് പിന്നെ പറയാം. ഒരു വാക്ക് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളാം. 2 പത്രോസ് 1:10. സമയമില്ല. മേക്ക് യുവർ ഇലക്ഷൻ ആൻഡ് കോളിംഗ് ഷുവർ. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പിനെയും നീ ഉറപ്പാക്കിക്കൊള്ളുക. അതാണ് ആ വാക്യം. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആർക്കെങ്കിലും ഉറപ്പില്ലെങ്കിൽ ഇന്ന് രാത്രി അത് ഉറപ്പാക്കിക്കോണം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. ഞെങ്ങിക്കേറിയല്ല. ഇന്നാളെ ആരണ്ട പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ ലാസ്റ്റ് മിനിറ്റിലൊന്ന് ഏറ്റു പറഞ്ഞ് ചാടാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു, നീ കള്ളനല്ല, അവൻ കള്ളനാണ്. ചില ആൾക്കാരങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോഴൊക്കെ ഇങ്ങനെ കുറെ തോന്നിവാസമൊക്കെ ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് നീ കാണാൻ നിരങ്ങി കയറാൻ സ്വർഗത്തിൽ. അത് നീ ശ്രമിക്കണ്ട. പത്രോസും പൗലോസും വരുന്ന പോലെ ആഡംബരമായി ധാരാളമായി ഇതാ കോവൂര് വരുന്നു, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഈ പയ്യൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് കൈയടിച്ച് സ്വർഗത്തിലെ ദൂതന്മാരും യേശുവും നിൽക്കുന്ന കാണുന്ന വലിയൊരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ദൈവം തെരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വരവ് താമസിച്ചു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും ഓടി നടന്ന് എന്റെ അവസാന സാക്ഷ്യം വരെയും ശ്വാസം വരെയും യേശു ജീവിക്കുന്നു, പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായി വേഗം വരുന്നുവെന്ന് വ്യക്തമായി പ്രസംഗിക്കുവാൻ ഒരു നിമിഷം പോലും കളയാതെ, ഒരവസരം പോലും കളയാതെ ദൈവം എനിക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഈ വിളി കേട്ടിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ആദ്യത്തെ 10 വാക്യങ്ങൾ നിങ്ങൾ പോയി വായിച്ചോണം. അത് ഹോംവർക്കാണ്. സാധാരണ പിള്ളേരുടെയൊക്കെ ഹോംവർക്ക് പറഞ്ഞാൽ അവർ ചെയ്യാത്ത കാര്യമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം കൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുകയില്ല. യോഹന്നാൻ 10-ാം അധ്യായം 1 മുതൽ 10 വരെ അവിടെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു, ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ദൈവം തന്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ആരെങ്കിലും നമ്മൾ വിളിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിന്റെ കൊച്ചിനെ നീ എങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇത് സാധാരണ വിളിക്കുന്ന ഏതിനെയാ? വീട്ടിലെ മൃഗങ്ങളെ, പട്ടി, പശു, കാട്, പോത്ത്, കോഴി എന്നൊക്കെ വിളിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ അങ്ങനെയല്ല വിളിച്ചിരിക്കുന്നത്. ദൈവം എങ്ങനെ വിളിച്ചിരിക്കുന്നത്? പേർ ചൊല്ലി. പത്രോസേ, മറിയാമ്മേ, തോമസേ, ചാക്കോച്ച, സുബ്രഹ്മണ്യ, ലത്തീഫേ, മുഹമ്മദേ, ഇന്ന് രാത്രി നിന്റെ പേരറിയാവുന്ന എന്റെ ദൈവം ജീവിക്കുന്നു. അവൻ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. ഇന്ന് രാത്രി വ്യക്തമായ രീതിയിൽ ദൈവം നിന്നെ സുവിശേഷത്തിനായി, വിശുദ്ധ ജീവിതത്തിനായി, ദൈവ രാജ്യത്തിനായി, സ്വർഗരാജ്യത്തിന്റെ പങ്കാളിയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ സമ്പൂർണമായി അനുഗ്രഹിക്കും. ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത പോലെ, ഒരു മനുഷ്യനും മനസ്സിലാക്കിയിട്ടില്ലാത്ത പോലെ ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം അയക്കും. രണ്ടാമത്തെ കൂട്ടർ ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ചോസൺ വൺസ്. അതിനൊരു 10 വാക്യമുണ്ട്. അതോടെ കഴിയുമ്പോൾ സമയം പോകും തോന്നും. എനിവേ വേഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാം വാക്യം. തെരഞ്ഞെടുക്കപ്പെട്ടവർ. 1 വിളിക്കപ്പെട്ടവർ, 2 തെരഞ്ഞെടുക്കപ്പെട്ടവർ, 3 വിശ്വസ്തർ. ഈ 3 ക്രോസിംഗ് കഴിയുമ്പോഴേ അവിടെ എത്തുള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിളി കിട്ടിയിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പാണ് അടുത്ത സംഗതി. ഓക്കെ? വിളിക്കപ്പെട്ടവർ അനേകർ. ഇന്ന് രാത്രി വന്ന് വിളി കേട്ടവരെല്ലാം ഇവിടെ ഇരിക്കുന്ന 100% പേരും വിളിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ഒഴിവാൻ പറ്റില്ല. ഇനി ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഏൽപ്പിച്ചു കൊടുക്കണം. പത്രോസിന്റെ പടകാണ് കർത്താവ് തെരഞ്ഞെടുത്തത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അത് കർത്താവിനെ അറിയൂ. ശമൂവേലിനെ ഇശായിയുടെ വീട്ടിലോട്ട് വിട്ടേച്ച് രാജാവിനെ അന്വേഷിച്ച് ചെന്നപ്പം ഇശായി ഉള്ള മക്കളെ എല്ലാം കൊണ്ടുവന്നു. വലിയ ചാമ്പ്യന്മാരെയും യുദ്ധവീരന്മാരെയും കണ്ടാൽ അഴകുള്ളവനെയും. ശമൂവേൽ ഒരു രക്ഷയില്ല. അവസാനം ഈശായി കണ്ണടച്ചിരിക്കുക. ഇതെന്താ ഈ മനുഷ്യന് ബോധമില്ലേ? ഞാൻ എൻ്റെ ആമ്പിള്ളാരെ എല്ലാം കൊണ്ടുവന്നെച്ച് ഉടനെ ശമൂവേൽ ചോദിച്ചു, നിനക്കിനി മക്കളില്ലേ? ഓ, ഒരുത്തനുണ്ട്, അവൻ ആട്ടിനെ തീറ്റിക്കൊണ്ട് നടക്കുക, ദാവീദ്. അവനെ മകനായി പോലും വീട്ടുകാര്യത്തിന് പോലും നാട്ടുകാര്യത്തിന് പോലും ഫിറ്റ് ആവൂല്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആടിനെ തീറ്റി മലമുകളില് ദൈവം നല്ലവൻ ദൈവം നല്ലവൻ എന്നിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ സ്വർഗത്തിൽ മുഴങ്ങിയിരുന്നു,
അതുകൊണ്ട് സ്വർഗരാജ്യം ഇവനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. നീ ദൈവം നല്ലവൻ എന്ന് സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുമ്പോൾ, മനുഷ്യപുത്ര ദൈവപുത്ര നീ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുമ്പോൾ, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് മറക്കരുത്. ഉയർപ്പിന്റെ ദിവസം യെരുശലേമിൽ നിന്ന് 7.5 മൈൽ ദൂരമുള്ള എമ്മൗസിലേക്ക് പോയ 2 അറിയപ്പെട്ട ശിഷ്യന്മാരല്ല, പാവപ്പെട്ട ശിഷ്യന്മാരുടെ പുറകെ ആദ്യം ഇറങ്ങിയ യേശു എന്റെ യേശുവാണ്. യെരുശലേമിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ പുറകെ ഇറങ്ങി. എന്താ കാരണം എന്നറിയാമോ? അവർ പോയ വഴിക്ക് മുഴുവൻ സംസാരിച്ചത് യേശുവിനെ കുറിച്ചാണ്. യേശു നിന്റെ വീട്ടിൽ വരണമെങ്കിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. ചിലരുടെ വീട്ടിലെ വലിയ വിഷയം പിശാചാണ്, അതുകൊണ്ടാണ് അവർ പിശാചിന്റെ കീഴിൽ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മൻമോഹൻ സിംഗിനെ കുറിച്ചോ രാജീവ് ഗാന്ധിയെ കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചോ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചോ ഒന്നും ഇതൊക്കെ പറഞ്ഞോ? ക്രിക്കറ്റിന്റെ കാര്യം ഒന്നും സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് വലുതായിട്ട് പറയുന്നവരുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ യേശു വരണമോ, നീ യേശുവിനെ കുറിച്ച് പറയണം. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യയുണ്ട്. നീ ബസ്സിലിരുന്ന് സൈഡിലിരിക്കുന്ന ആളോട് യേശുവിനോട് പറഞ്ഞാൽ യേശു അവിടെ എത്തിക്കഴിയും. നീ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നീ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ യേശു വരും. ബ്രദറിന്റെ പേരെങ്ങനെ? സിബിച്ചൻ. ഞാനിപ്പോ അങ്ങോട്ട് മാറിയിരുന്ന് നമ്മുടെ റെജീനെ വിളിച്ചേച്ച് സിബിച്ചൻ 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 എന്ന് ഉറക്കെ കുറെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിസി ആയിരിക്കുന്ന സിബിച്ചൻ വിചാരിക്കും ഡോക്ടർ എന്തോ എന്നെ കുറിച്ച് അവിടെ പാല വെക്കുന്നുണ്ട്. എന്താ നല്ലതാണോ പൊട്ടയാണോ എന്ന് കേട്ടാ കൊള്ളാം ഇല്ലേ? സിബിച്ചന്റെ അറ്റൻഷൻ മുഴുവൻ ഇവിടെ ആയിരിക്കും. ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ് അവസാനിപ്പിക്കാൻ ശുശ്രൂഷ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ ഉറക്കെ അവിടെ റെജീനെ എടുക്കുക സിബിച്ചൻ സിബിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ സിബിച്ചൻ ഇവിടുന്ന് വിത്തി എന്തിട്ട് സംഭവം ഈ പറയണേ? നീ യേശു 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 എന്ന് പറയുമ്പോൾ യേശു ശ്രദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എപ്പോഴും യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം 24 മണിക്കൂറും നിന്റെ കൂടെ ഉണ്ട്. ബൂസ്റ്റ് is not the secret of my energy. Holy Spirit is the secret of my energy. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്റെ ജീവന്റെ രഹസ്യം. യേശുവിന്റെ രക്ഷയാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംഭവം. നിത്യജീവനാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എന്തിനു വേണ്ടിയാ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എന്തിനു വേണ്ടിയാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്റെ സഹോദരൻ പറഞ്ഞു ഇന്ന് 2-3 പേരെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു റെജി ഇന്ന് 2-3 പേരല്ല, മിനിമം 10-20 പേരെങ്കിലും രക്ഷിക്കപ്പെടും. ദൈവം ഇന്ന് അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്ന രാത്രിയാണ്. ഇന്ന് ചില ജീവിതങ്ങളെ ദൈവം തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ചില ജീവിതങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ചില ജീവിതങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ചില ജീവിതങ്ങളെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും ഇന്ന് രാത്രി എന്റെ യേശു ചുമത്തി മാറ്റുന്ന സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? ഹൈഡ്രോകെഫാലിക് മന്ദബുദ്ധിയായ ജോർജ് ഗോവറിനെ ന്യൂറോ സർജൻ ആക്കിയ ദൈവത്തിന് 2 ഹല്ലേലൂയ പറയാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൈയും പൊക്കി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നിനക്ക് മഹത്വം. ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ ദൈവം. നിങ്ങൾ വിചാരിക്കും റെജീനെയും ഗോവറിനെയും ഒക്കെ സൗഖ്യമാക്കുന്നതിന് ഞങ്ങൾ ഇത്രയും ഹല്ലേലൂയ പറയേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി 2 ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. ഇന്നലെ എന്റെ ഭാര്യയുടെ ഫസ്റ്റ് കസിന്റെ വീട്ടിൽ ഞാൻ അവസാനം അവൻ വയറിളക്കമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ ഡിസ്ചാർജ് ആയി വന്നെന്ന് കേട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ കയറി ചെന്നു. അപ്പൊ അവിടുത്തെ വൈഫ് ആദ്യമായിട്ട് അവർ ജേക്കബൈറ്റ്സ് ആണ്. അവർ പറഞ്ഞു പ്രാർത്ഥിക്കും, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ചോദിച്ചു. അപ്പൊ മോന്റെ ജോലിക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതും പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ വീട്ടിലും പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൂടെ അനുഗ്രഹം കിട്ടുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണ്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3:9 വായിച്ചു കഴിഞ്ഞാൽ വായിക്കേണ്ട അവിടെ എഴുതിയിട്ടുണ്ട്, അനുഗ്രഹത്തിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിനാൽ നമ്മൾ അനുഗ്രഹിക്കുന്നവരായി തീരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തന്നെ അനുഗ്രഹം നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവദാസന്മാരായ ഞങ്ങൾ ഓടി നടന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ടിട്ടില്ലേ, ദൈവദാസന്മാരാണ് എപ്പോഴും നല്ല കൊഴുത്തുരുണ്ട് നല്ല റെഡിയായിട്ട് നടക്കുന്നത്. അവർ കഴിക്കുന്ന ചോറിന്റെ എമൗണ്ട് കൊണ്ടല്ല, റൈസലാണ്. അവർ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാണ്. ഹല്ലേലൂയ. അതിന് നിങ്ങൾ ചൊറിഞ്ഞിട്ടും കാര്യമില്ല, റൈസലാണ്.
അതിന് ഇച്ചിരി മോശമായിട്ട് ചിന്തിച്ചിട്ടും കാര്യമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ 10 പേരോട് പറഞ്ഞാൽ നിങ്ങൾക്കും അനുഗ്രഹം കിട്ടും. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, നാളെ തൊട്ട് പറഞ്ഞു നോക്കാം. അടുത്ത വർഷം ഞാൻ ഇവിടെ വന്നാൽ നിങ്ങളുടെ ഷേപ്പ് മാറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സമൃദ്ധിയായ എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ ദൈവം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവന്റെ മഹിമാ ധനത്തിനൊത്തവണ്ണം ഇന്ന് രാത്രി തീർത്തു തരട്ടെ. ഇന്ന് ബുദ്ധിമുട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തവരായി കടന്നു പോകുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകിയില്ല. ഒന്നിനും മുട്ടില്ലാതെ കോവൂരിനെ നടത്തിയ സ്വർഗമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്നിനും മുട്ടില്ലാതെ നിങ്ങളെ നടത്തുവാൻ എന്റെ ദൈവം മതിയാവനാണ്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയുടെ ഉറവിടമായ ദൈവത്തിന്റെ പുറകെ നടക്കുമ്പോൾ നന്മയും കരുണയും എന്റെ പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. 2 വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. ഡ്യൂട്രോണമി 4:5-8 ആമോസ് 3:2. ഇത് ഞാനിപ്പോ വായിക്കുന്നില്ല. പുറപ്പാട് 19:5. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞത് തെരഞ്ഞെടുപ്പും വിളിയും ആരുടെയാണ്? ദൈവത്തിന്റെ. വിളി ആരുടെയായിരുന്നു? ദൈവത്തിന്റെ. തെരഞ്ഞെടുപ്പ് ആരുടെയാണ്? ദൈവത്തിന്റെയാണ്. അപ്പൊ ദൈവം ഒരിക്കലും മണ്ടത്തരം കാണിക്കുവോ? ഇല്ല. സിബിച്ചൻ പോയി, സിബിച്ചൻ മക്കളുണ്ട്, എത്ര പേരാ? 3 പേര്. മൂത്ത ആങ്കൊച്ച്. ഈ സിബച്ചന്റെ മൂത്ത ആങ്കൊച്ചിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ അടുത്ത മാസം പോവാന്നിരിക്കട്ടെ. കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, നടക്കുമ്പോ കിടുക്കോ നടക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് സ്തോത്രം കർത്താവിന് വേണ്ടി ഞാൻ അവനെ എടുത്തോളാമെന്ന് പറയുമോ? ഇല്ല, സിബിച്ചൻ പറയില്ല. നിങ്ങളാരും പറയുമെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണെങ്കിലും ഒരു അടിപൊളി പെണ്ണിനെ അന്വേഷിക്കുള്ളൂല്ലേ? സിബിച്ചന്റെ മോൻ നിർബന്ധം പിടിച്ചാൽ പോലും മോനെ നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ കുഞ്ഞെ ഞാൻ പറയുന്ന പെണ്ണിനെ നീ കേട്ട് കണ്ണുപൊട്ടും ചെവി കേൾക്കാൻ വയ്യാത്തിനൊന്നും ഇപ്പൊ വേണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വർഗത്തിലെ വിവേകമുള്ള തമ്പുരാൻ തെരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും കുഴപ്പമല്ല തെരഞ്ഞെടുക്കുന്നത്, നന്മയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ദൈവം ഇന്ന് നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കുറവുകളെ മാറ്റി തീർത്ത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ വിലയേറിയ പാത്രമാക്കി നിന്നെ തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ദൈവം ശൗലിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വിളിച്ചപ്പോൾ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? അനന്യാസിനോട്, എന്റെ നാമം വഹിക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്ത പാത്രം. ഇന്ന് യേശുവിന്റെ നാമം വഹിക്കുവാൻ തെരഞ്ഞെടുത്ത പാത്രങ്ങളാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ചായ വേണമെങ്കിൽ തോമസ് ഊട്ടി ചായ ഇങ്ങോട്ട് കൊണ്ടുപോവാ, മുഹമ്മദ് ചായ കാപ്പി കൊണ്ടുപോവാ, ഇങ്ങനെയാണോ പറയുന്നത്? അല്ല, എടോ ചായ, എടോ കാപ്പി, ഇങ്ങനെയല്ലേ പറയുന്നത്? എടോ ബിരിയാണി, എടാ മുട്ട എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തോമസെ മുട്ട കൊണ്ടുപോവാ, അല്ലെങ്കിൽ വളരെ അങ്ങനെയാണ് മുട്ട എന്നാണ് വിളിക്കുന്നത്. പഴം, നാളെ ഒരുത്തന്നെ പറഞ്ഞിട്ടു എടോ പഴം. അയാൾ തിരിച്ചു വന്നു വെച്ച് എടാ ഞാൻ പഴമാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എത്ര വേണമെന്നാ ചോദിച്ചില്ലേ? ഈ കൊണ്ട് നടക്കുന്നതാണ് നിന്റെ പേര്. നീ യേശുവിനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിന്റെ പേര് ഇല്ലാതാകും. നിന്റെ പേര് പഴവും മുട്ടയാകുന്ന പോലെ യേശുവായി മാറും. ഹല്ലേലൂയ. നീ എന്ത് കൊണ്ട് നടക്കുന്നോ അത് നിന്റെ പേരായി രൂപാന്തരപ്പെടും. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വിലയേറിയ നാമം നിന്റെ നെറ്റിയിൽ എഴുതി ഈ ദേശത്ത് വെളിപ്പെടുത്തുവാനാണ്. ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി ദേശം അറിയാനാണ്. അതിന് ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള ചില യുവാക്കന്മാർ ഇന്ന് രാത്രി പ്രതിഷ്ഠിക്കുമാറാകട്ടെ. അതിന് ആഗ്രഹമുള്ള ചില യുവതിമാർ ഇന്ന് രാത്രി തീരുമാനിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വിലയേറിയതാണ്, നമ്മുടെയല്ല. തെരഞ്ഞെടുപ്പും വിളിയും ഒരുപോലെ ദൈവത്തിൻ്റെതാണ്. ഇനി ആരെയാ തെരഞ്ഞെടുക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 3:2-5, 1 കൊരിന്ത്യർ അല്ല, യാക്കോബിന്റെ ലേഖനം 2:5 വായിച്ചു. ജെയിംസ് 2:5. പ്രിയ സഹോദരന്മാരെ കേൾക്കുവിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിനെ തെരഞ്ഞെടുത്തില്ലയോ? അപ്പൊ ആരെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ദരിദ്രരായവരെ. 12 ശിഷ്യന്മാര് തെരഞ്ഞെടുത്തതിനകത്ത് ഡോക്ടർമാരെയും MBA-ക്കാരെയും ലോയേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും വലിയ വലിയ ആൾക്കാരെയല്ല തെരഞ്ഞെടുത്തത്. മുക്കുവന്മാരെയും ചുങ്കക്കാരെയും പാപികളെയും സാധാരണ മനുഷ്യരെയാണ്.
ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന വലിയവനെ അല്ല ദൈവം നോക്കുന്നത്, ഒരു പാപിയെ, ഒരു സാധാരണ മനുഷ്യനെ. ദൈവമേ, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സന്മനസ്സുള്ള ദൈവ അന്വേഷിയായ ഒരു വ്യക്തിയാണ് ഇന്ന് ദൈവം നോക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കാൻ നീ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയം നിന്നിലേക്ക് ചാരിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇന്ന് രാത്രി തെരഞ്ഞെടുക്കുന്ന സാധാരണക്കാരനെയാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:26-28 വായിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ വിളിയാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ഈ ദേശത്ത് ചില സാധാരണക്കാരെ ഇന്ന് രാത്രി തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് മുദ്രയിട്ട് സ്വർഗരാജ്യത്തിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഡിഗ്രി എനിക്ക് വിഷയമല്ല, നിന്റെ കുടുംബശ്രേഷ്ഠത എനിക്ക് വിഷയമല്ല, നിന്റെ പാരമ്പര്യം എനിക്ക് അറിയണ്ട, നീ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് എനിക്ക് അറിയണ്ട, നിന്റെ ജോലി എന്താണെന്ന് അറിയണ്ട. ദൈവമേ, ഞാൻ ഇതാ എന്ന് പ്രതിഷ്ഠിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ഒന്നുമില്ലായ്മയെ അടിച്ചു മാറ്റി സാധാരണ മുക്കുവനായ പത്രോസിനെ വലിയ വ്യക്തിയാക്കി എന്റെ ദൈവം, ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കി എന്റെ ദൈവം നിന്റെ ഒന്നുമില്ലായ്മ മാറ്റി രാജാവാക്കുന്ന ദൈവമാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയച്ച് എന്തെങ്കിലും നീ വിട്ടിട്ടുണ്ടോ? നിനക്കൊരിക്കലും നഷ്ടം വരില്ല. For God is no man's debtor. ദൈവം ഒരു മനുഷ്യന്റെയും കടക്കാരനല്ല. നീ ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല. എന്റെ സാക്ഷ്യത്തിന്റെ 2ാം ഭാഗം ഞാൻ പറഞ്ഞോളട്ടെ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഇടതുകാല് തളർന്ന് പെട്ടെന്ന് അവധിക്കാലത്ത് ഞാൻ ഉളുക്കി ഞൊണ്ടാൻ തുടങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സൈക്കിളിന്റെ ബാക്കിൽ ഇരുന്ന് പോയപ്പോഴത് സംഭവിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന വലുതായി, ഇവിടെ നീരായി അവിടെ നീരായി. കോട്ടയം ആർപ്പൂക്കര മെഡിക്കൽ കോളേജ് അന്തക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചനും അമ്മച്ചും ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ബോൺ TB ആന്ന് പറഞ്ഞു. TB പറയാൻ മരുന്ന്. അത് കഴിഞ്ഞിട്ട് അസുഖം നേരെ ആണില്ല. അപ്പൊ വേറെ ആരാണ്ടരെ കാണിച്ചു തിരുവല്ലയിൽ. അവര് പറഞ്ഞു റുമാറ്റിക് അസുഖമാണ്. അപ്പൊ വേറെ കുറച്ച് മരുന്ന് തന്നു. അപ്പൊ ആരോ പറഞ്ഞു റുമാറ്റിസത്തിന് നല്ലത് ആയുർവേദമാണെന്ന് പറഞ്ഞ് കുറച്ച് കിഴിയും കഷായവും എന്തൊക്കെയാ ദേഹത്തിട്ട് ചവിട്ടും കുറെ പരിപാടി തുടങ്ങി. വീട്ടിനപ്പുറത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അതിനകത്ത് തന്നെ കൊണ്ടുപോയി കിടത്തി ഒരു കട്ടിൽ വിട്ട് ഇതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പരിപാടിയാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ കഷായവും മരുന്നും ഒക്കെ അടിച്ച് ഞാനൊരു പരുവായി. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. വളരെ വിഷമസന്ധിയിലായി. ഞാൻ ഞൊണ്ടി എന്റെ പരീക്ഷ എഴുതാൻ ചെന്നപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ മൂലയ്ക്ക് ഇരുന്ന് പറഞ്ഞു, എടാ ഞൊണ്ടൻ കോവൂര് വരുന്നു. അത്രയും നാളും നല്ല കോവൂരായിരുന്നു. അവന്റെ കൂടെ കുടുകുടും സാറ്റും ഡ്രില്ലും ഫുട്ബോളും ബാസ്കറ്റ് ബോളും ഒക്കെ കളിച്ച് നല്ല പയ്യനായിരുന്നു. പെതുക്കി ഒന്ന് ഞൊണ്ടിയപ്പോഴത്തേക്ക് ഞൊണ്ടൻ കോവൂരായി. നിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ലോകമാണ്, നിന്റെ വീഴ്ചയിൽ നിന്നെ കളിയാക്കുന്ന ലോകമാണ്. പക്ഷെ നിന്നിൽ സഹതരിപ്പിക്കുന്ന എന്റെ യേശു മാത്രമേ ഉള്ളൂ. അന്ന് എന്റെ ചെറിയ ഹൃദയത്തിലുണ്ടായ മുറിവുകൾ എന്റെ ഹൃദയത്തിന്റെ വേദനയായി മാറിയെങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ അത് കരിച്ചു. ഇന്ന് എന്റെ ഇടതുകാലിന് 3 ആണിയുണ്ട്. മണിപ്പാലിൽ പോയി എന്റെ അങ്കിൾ ഡോക്ടർ വർഗീസ് ചാക്കോ ഓർത്തോപെഡിക് സർജൻ ഓപ്പറേഷൻ ചെയ്യുവാനിടയായി. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ കാലിന്റെ ഓപ്പറേഷന്റെ കഴിവുകൊണ്ടല്ല, ദൈവം എന്റെ കാലിനെ സൗഖ്യമാക്കി. ഹൈഡ്രോകഫാലിക്കായ ജോർജ് ഗോറിനെ സൗഖ്യമാക്കാൻ സ്വർഗത്തിനറിയാമെങ്കിൽ തളർന്ന കാല് സൗഖ്യമാക്കാൻ സ്വർഗത്തിനറിയാം. ഇനി എന്റെ സാക്ഷ്യം കുറെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയാവും. ഞാൻ ഞൊണ്ടി നടന്നതും വീൽ ചെയറിൽ നടന്നതും ബസ്സിൽ കയറിയതും സ്കൂളിൽ ചെന്നതും ഒക്കെ വലിയ അനുഭവമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇങ്ങനത്തെ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു ഡോക്ടറാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇതിന്റെ വേദന മുഴുവൻ ദൈവം ആദ്യമേ എനിക്ക് മനസ്സിലാക്കി തരാം. എന്റെ ദൈവം നല്ലവൻ, എന്റെ ദൈവം നല്ലവൻ, ഏത് രോഗത്തിനും മതിയായവൻ, ഏത് പ്രശ്നത്തിനും മതിയായവൻ. ഇന്ന് നീ രാത്രിയിൽ എന്ത് പ്രശ്നം നിനക്കുണ്ടോ അതിന്റെ ഉത്തരം എന്റെ യേശുവാണ്. ഒരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ചെവി വേദനയുണ്ട്, ENT എടുക്ക പോകണം, കണ്ണ് കാണണമെന്നുണ്ട്, ഓഫ്താൽമോളജിസ്റ്റ് എടുക്ക പോകണം, തലയ്ക്ക് പ്രശ്നമുണ്ട്, ന്യൂറോസർജൻ എടുക്ക പോകണം, എല്ല് പൊട്ടിയ ഓർത്തോപെഡിഷൻ എടുക്ക പോകണം. പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം 1 ഡിപ്പാർട്ട്മെന്റ് ആണ്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് എല്ലാ അസുഖം മാറാൻ പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിയണ്ട, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് അറിയണ്ട, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയണ്ട. നിന്റെ സകല പ്രശ്നത്തിന് മതിയായ എന്റെ യേശു നിന്റെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗത്തെയും ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. ഗലാത്യർക്ക് 1:15 വാക്യം വായിക്കണ്ട. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം വായിക്കണ്ട. ദൈവം അവരെ അറിഞ്ഞു.
എഫേസ്യർക്ക് എഴുതിയ 1 അധ്യായം 4 വാക്യം വേണേ അത് വായിച്ചോളൂ. ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്, ലോക സ്ഥാപനത്തിന് മുമ്പേ, 1:4, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിനെ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയതിന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഈ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടെന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു എന്നൊക്കെ വായിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതൊന്നും ശരിയല്ല. എങ്ങനെയാ ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ കാണുന്നത്? അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് എന്നെ എങ്ങനെ കാണുന്നത്? ഇവിടെ എവിടെ മിസ്സിംഗ് ഉണ്ട്, ഇത് ശരിയല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു 5-8 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തിരുവല്ലായി ചെന്നപ്പം പുഷ്പഗിരി ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജിന്റെ ന്യൂ വിങ് ഈ എഞ്ചിനീയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പണിയുന്നതിന് മുമ്പേ പുള്ളിക്കാരനും കൂടെ ഇത് മുഴുവൻ എന്നെ കാണിച്ചു. അതിന്റെ ഓപ്പറേഷൻ തിയേറ്റർ, വിൻഡോ, വരാന്ത, ലൈബ്രറി, CSSD, ഗാർഡന്, റൂഫ്. എന്റെ തമ്പുരാന് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് കാണാൻ പറ്റി. അപ്പൊ എനിക്ക് പിടികിട്ടി വചനം മുഴുവനും സത്യമാണ്, എനിക്ക് അത് തെറ്റുപറ്റിയത്. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇനി വീട്ടിൽ പോയി വായിക്കുക. 1 പത്രോസ് 2:9, എബ്രായർക്ക് എഴുതിയ ലേഖനം 3:5, സംഖ്യാപുസ്തകം 12. ആദ്യത്തെ 2 കാര്യം, വിളിയും തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെയാണ്. വിശ്വസ്തത നമ്മുടെയാണ്. അത് ദൈവത്തിന്റെ ഭാഗമല്ല. ദൈവത്തിന്റെ ഭാഗം വിളിയും തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞു. വിശ്വസ്തത മനുഷ്യരുടെയാണ്. ഇതാണ് ഏറ്റവും കുറവ്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ദൈവം നോക്കി ലോകത്തിൽ വിശ്വസ്തരെ കാണുന്നില്ല. ഇന്നെല്ലാം കള്ളന്മാരാണ്. എവിടെ നോക്കിയാലും സുവിശേഷ ഗോളത്തിൽ പോലും 80% കള്ളന്മാരാണ്. വിശ്വസ്തന്മാരെ ദൈവം ഇന്ന് രാത്രി അന്വേഷിക്കുകയാണ്. ഇത് വെച്ച് മുതലെടുക്കാത്തവരും സത്യമായി സംസാരിക്കുന്നവരും സത്യത്തിനു വേണ്ടി ജീവിക്കാൻ പ്രതിഷ്ഠിച്ചവനും ദൈവം ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു പേഷ്യന്റ് ബുധനാഴ്ച വന്നേച്ച് പറഞ്ഞു, ഡോക്ടറെ എന്റെ രോഗത്തിന് സുഖം കിട്ടിയ നാളെ മുതൽ ഞാൻ ഡോക്ടറുടെ കൂടെ കൂട്ടായ്മ നിന്നോളാം. ജോസഫ് എന്ന് തന്നെ പേര്, മാള ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ജോസഫ് മേലെ എന്റെ കൂട്ടായ്മയ്ക്ക് നീ വരണ്ടെന്ന്. ജോസഫ് എന്റെ മുഖത്തേക്ക് നോക്കി. വലിയൊരു കാര്യമല്ലേ അവൻ പറഞ്ഞു, സൗഖ്യം കിട്ടിയ ഞാൻ വന്നേക്കാം. നീ സൗഖ്യത്തിനായിട്ടാ വരുന്നെങ്കിൽ നീ വരണ്ട. നീ കർത്താവിനെ കാണാനാ വരുന്നെങ്കിൽ വാ. സ്വർഗരാജ്യത്തിൽ പോകാനാ വരുന്നെങ്കിൽ വാ. ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ വാ. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് വരുന്നെങ്കിൽ ദയവ് ചെയ്ത് വരാതിരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, സ്വർഗരാജ്യത്തിൽ തെണ്ടികളെയല്ല വേണ്ടിയത്, ദൈവമക്കളെയാണ് വേണ്ടിയത്. അവകാശികൾ. മക്കളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ അവകാശമാണ്. നിനക്ക് ചോദിച്ചാൽ മതി, അപേക്ഷിക്കേണ്ട കാര്യമില്ല. അപേക്ഷിക്കുന്നതിന് മുമ്പേ ദൈവം നിന്നെ മനസ്സിലാക്കി കഴിയും. അപ്പൊ ഇന്ന് രാത്രി ദൈവമക്കളാണ്. എങ്ങനെയാ ദൈവമക്കളാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന എല്ലാവരും ദൈവമക്കളാകാൻ പോവുകയാണ്. അവർക്കെല്ലാം ദൈവം ഒരുപോലെ അനുഗ്രഹം കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഒരേ പദവിയും ഒരേ അവകാശത്തിലേക്കും ഒരു സെക്കൻഡ് കൊണ്ട് കടക്കാൻ പോവുകയാണ്. അത് ദൈവത്തിന്റെ പരിപാടിയാണ്. ഇനി വിശ്വസ്തരെ കുറിച്ച് യെരമ്യാ 5:3 വാക്യം, ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ഫെയ്ത്ത്ഫുൾ. ദൈവം അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസ്തരെ. മത്തായിയുടെ സുവിശേഷം 25:21 വാക്യം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവരെ ദൈവം വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരാക്കും. 1 ശമൂവേൽ 2:35, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് നീ വിശ്വസ്തനായി നിൽക്കുവാനാണ്. 1 തിമോത്തിയോസ് 6:9-10, ഏറ്റവും വലിയ പ്രശ്നം പണമാണ്. മണി ഈസ് റൂട്ട് ഓഫ് ഓൾ ഈവിൾ. വിശ്വസ്തത നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് പണം നിന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ്. ഫെയ്ത്ത്ഫുൾ ഇൻ മിനിസ്ട്രി, ഫെയ്ത്ത്ഫുൾ ഇൻ വേർഡ്, ഫെയ്ത്ത്ഫുൾ ഇൻ ലൈഫ്. ജീവിതത്തിൽ, സുവിശേഷത്തിൽ, കുടുംബത്തിൽ, ദേശത്ത് വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ചെല്ലുന്നത് വിശ്വസ്തരാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വിശ്വസ്തർ. 2-3 വാക്യം കൂടെ ഉണ്ടെങ്കിലും എന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കുകയാണ്. അവസാനത്തെ വാക്യം 1 പത്രോസ് 2:9. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 പത്രോസ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവിധം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും
വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആമേൻ. ഒരു പ്രാവശ്യം നിർത്തി വായിച്ചേട്ടെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ പ്രഭുവിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവിധം തെരഞ്ഞെടുക്കപ്പെട്ട വിളിച്ചവൻ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. നമ്മളെല്ലാം രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. ദൈവം വസിക്കുന്ന ജനം, ദൈവം തെരഞ്ഞെടുത്ത ജനം, ദൈവം തനിക്കായി മാറ്റിവെച്ചിരിക്കുന്ന ജനം. ഏത് പ്രദേശത്തും, കോട്ടയത്താണേലും ഈ ദേശത്താണേലും തൃശ്ശൂരാണേലും തിരുവല്ലായിലാണേലും ദൈവം വസിക്കുന്ന ജനം എന്നറിയപ്പെടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിൽ കഞ്ഞി കുറഞ്ഞാൽ, അരി കുറഞ്ഞാൽ ആരറിയും? ദൈവം അറിയും. പഞ്ചസാര കുറഞ്ഞാലും എണ്ണ കുറഞ്ഞാലും ആരറിയും? ദൈവം അറിയും. മക്കൾക്ക് പനി പിടിച്ചാലും ആരറിയും? ദൈവം അറിയും. നിന്റെ വീട്ടിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും ദൈവം അറിയും. ഇന്ന് ദൈവത്തിന്റെ കൂടെ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് അല്പം മുമ്പിലോട്ട് നടക്കാൻ നോക്കിയ യേശുവിനോട് ശിഷ്യന്മാർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പാർക്കാം. അന്ന് രാത്രി യേശു അവരുടെ കൂടെ പോയി. അപ്പോൾ അവർക്ക് തിരുവചനം അവരോടാണ് സംസാരിച്ചത്, യേശു ആണ് എന്ന് മനസ്സിലായി. യേശു അപ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അവർ രണ്ടുപേരും പറയുന്നത്, നമ്മൾ പോകുമ്പോൾ അവൻ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കത്തിക്കൊണ്ടിരുന്നില്ലേ? അപ്പൊ ഈ കത്തിയതൊന്നും ഇവര് മനസ്സിലാക്കിയില്ലേ? കത്തിയപ്പോൾ യേശുവാന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പോഴേ തിരിച്ച് യെരൂശലേമിലേക്ക് പോയില്ലേ? ഇല്ല. യേശു അപ്പം നുറുക്കി കഴിഞ്ഞ് അപ്പോഴാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർ മടങ്ങിപ്പോകാൻ ആ രാത്രി തന്നെ തീരുമാനിച്ചത്. യേശു അപ്പവും വീഞ്ഞും കഴിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞു, ഇനി ഞാൻ അത്താഴം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ അവിടെ വെച്ചേ കഴിക്കുകയുള്ളൂ. മുറിച്ചേച്ചങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. മുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തേച്ച് അവൻ യേശുവാണെന്ന് മനസ്സിലാക്കി. യേശുവാണെന്ന് മനസ്സിലായാൽ നിന്റെ പിന്മാറ്റവും പുറകോട്ടുള്ള പോക്കും എമൗസിലേക്കുള്ള യാത്രയും വിട്ടേച്ച് നീ രാത്രി തന്നെ യെരൂശലേമിലേക്ക് മടക്കണം. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ യേശുവെ എൻ്റെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ച് നിന്റെ വീട്ടിലേക്ക് യേശുവിനെ കൊണ്ടുപോകണം. ഇന്ന് തൊട്ട് നിന്റെ ജീവിതം വിജയ ജീവിതമായി മാറണം, അനുഗ്രഹത്തിന്റെ ജീവിതമായി മാറണം, വിടുതലിന്റെ ജീവിതമായി മാറണം, നന്മയുടെ ഉറവിടമായി മാറണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും കണ്ണടച്ചാട്ടെ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തി, വിടുതൽ ഇന്ന് ദൈവം തരാൻ പോവാൻ 2-3 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് രോഗികളായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ദൈവം നിന്നെ വിളിച്ചത്, ഇവിടെ കൊണ്ടുവന്നത്, നിന്നെ തെരഞ്ഞെടുത്ത് വിശുദ്ധനാക്കി, ദൈവം നിന്നെ വിശ്വസ്തനാക്കി, നിന്റെ ഓട്ടം വിശ്വസ്തയോടെ ഓടി നിത്യജീവന്റെ പങ്കാളിയാകുവാൻ വേണ്ടിയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമാകുന്ന യേശുവിനെ നോക്കി ഓട്ടമോടുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് നിങ്ങളുടെ ഹൃദയം പരിശോധിച്ച്, ആരെങ്കിലും പാപിയാണെന്ന് നിന്റെ ഹൃദയം കുത്തുന്നുണ്ടെങ്കിൽ, യേശുവെ ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങളെ ഏറ്റുപറയണമേ എന്ന് ദൈവത്തോട് പറയുക. രക്താംബരം പോലെ കടിഞ്ചുമപ്പായിരിക്കുന്ന എന്റെ പാപത്തെ ഹിമം പോലെ ഇന്ന് രാത്രി യേശു വെളിപ്പാക്കട്ടെ, കഴുകട്ടെ. പാപിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പാപിയായി കടന്നു പോകരുത്. രോഗിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ രോഗിയായി കടന്നു പോകരുത്. ഇന്ന് മാനസാന്തരത്തിന്റെ രാത്രിയാണ്, ഇന്ന് സൗഖ്യത്തിന്റെ രാത്രിയാണ്, ഇന്ന് രക്ഷയുടെ രാത്രിയാണ്, ഇന്ന് വിടുതലിന്റെ രാത്രിയാണ്, ഇന്ന് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്, ഇന്ന് നന്മയുടെ രാത്രിയാണ്. യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് ഇന്ന് രാത്രി നീ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി യേശു നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. എത്ര പേർക്ക് ഈ അനുഗ്രഹം വേണം? എത്ര പേർക്ക് ഈ വിടുതൽ വേണം? എത്ര പേർക്ക് സ്വർഗരാജ്യത്തിന്റെ വിടിയിലേക്ക് പങ്കാളിയായി തീരണം? എത്ര പേർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി കടന്നു പോകണം? നിങ്ങൾ യേശുവിനോട് പറയുക, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ ഹൃദയത്തിന്റെ വാതിൽ നിനക്കായി തുറന്നു വരുന്നു, നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്റെ രക്ഷകനായി നീ വസിക്കണമേ, നിന്റെ പൈതലായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. നീ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ യേശു നിന്റെ ഹൃദയത്തിൽ വന്ന് നിന്റെ രാജാവായി വസിക്കാൻ പോവുകയാണ്. നിന്റെ പേര് ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന രാത്രിയാണ്. നീ കുഞ്ഞാടിന്റെ കൂടെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ, വിശ്വസ്തന്മാരുടെ കൂടെ നിത്യജീവന്റെ പങ്കാളിയായി തീരുവാൻ ഇന്ന് രാത്രി ദൈവം ഭാഗ്യം തരികയാണ്.
ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ എന്റെ രോഗം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ഇന്ന് മാറ്റുക. കുടുംബത്തിൽ ദുഃഖത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവ് അതിന് വ്യത്യാസം തരാൻ പോവുകയാണ്. ഇപ്പോൾ 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 നിനക്കൊരു രൂപാന്തരത്തിന്റെ രാത്രിയാണ്, വിടുതലിന്റെ രാത്രിയാണ്, നന്മ ഒഴുകുന്ന രാത്രിയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ആദ്യമായി കൈപൊക്കിയാട്ടെ. ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചോളാം എന്ന് തീരുമാനിക്കുന്നവരൊക്കെ ആദ്യമായി കൈപൊക്കിയാട്ടെ. എനിക്കറിയാം ഒത്തിരി പേര് ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പൊങ്ങുന്ന കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധൈര്യമായി, പല സ്ഥലത്തും ഇരുളുള്ളതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ യേശു നിങ്ങളുടെ കരങ്ങളെ കാണുന്നുണ്ട്. ഞാൻ ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കുന്ന സഹോദരി സഹോദരന്മാർ, നിന്റെ വലത് കരം ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പല കരങ്ങളെ അവിടെയും ഇവിടെയും കാണുന്നുണ്ട്. ആരും താത്തിയിടരുത്, ഞാൻ പ്രാർത്ഥിക്കുന്നവരെ അത് പൊക്കിപ്പിടിക്കണം. ഹല്ലേലൂയ. പല കരങ്ങളെ കാണുന്നുണ്ട്. പുറകിൽ നിൽക്കുന്ന സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഉയർത്തിപ്പിടിക്കാം. മുമ്പിലുള്ള അനേകർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ധൈര്യമായി മുകളിലോട്ട്. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ യേശുവിന് വേണ്ടി സാക്ഷിയാകുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുന്ന രാത്രിയാണ്. ഇനി ആരുണ്ട് എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം ഇന്ന് രാത്രി പ്രതീക്ഷിക്കുവാൻ? ഇന്ന് ആരുണ്ട്? ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ രാത്രിയാണ്. ഇനിയും കരങ്ങൾ ഉയർന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഉയർന്ന കരങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന കരങ്ങൾ താഴ്ത്തിയിടാതെ ധൈര്യമായി മുറുക്കെ പിടിച്ചാൽ എല്ലാവരും ഒന്ന് കാണട്ടെ. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതം ഇന്നു മുതൽ ദൈവത്തിൻ്റെതാണ്. നിന്റെ ജീവിതം, നിന്റെ കുടുംബം യേശുവിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ഇനി ആരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇനി ആരുണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ? ഇന്ന് രാത്രി ഈ പ്രദേശത്ത് യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ. പത്രോസിനെ വിളിച്ച പോലെ യേശു വിളിക്കുകയാണ്. രക്ഷയുടെ നിമിഷം ഇന്നാണ്. ഇനി ആരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ടെങ്കിൽ അവരും ഇവരുടെ കൂടെ കൈപൊക്കി പിടിച്ചാട്ടെ. സുവിശേഷത്തിനായി പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ കൈപൊക്കിയാട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർ അവരും കൈപൊക്കിയാട്ടെ. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ പൊക്കി പിടിച്ചിരിക്കുന്ന കരങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കരം പൊക്കി പിടിച്ചിരിക്കുന്നവർ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥന കുറച്ചുകൂടെ ധൈര്യമായി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എഴുന്നേക്കണമെന്ന് ഞാൻ പറയില്ല. ധൈര്യമുള്ളവർ, ഉറപ്പുള്ളവർ എഴുന്നേറ്റ് നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈപിടിച്ചവർ, പൊക്കിപ്പിടിച്ചവർക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ സാക്ഷിയായി പ്രാർത്ഥന അപേക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. പൊക്കുന്നവരെല്ലാം എഴുന്നേക്കണമില്ല. ധൈര്യമുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ കുറച്ചുപേരെ വിശ്വസ്തരുള്ളൂ. എഴുന്നേറ്റവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി എഴുന്നേറ്റ് നിന്ന് ഇവിടെ തന്നെ സാക്ഷ്യം പറയുന്ന ഒത്തിരി പേരുണ്ട്. അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ റജി ഇവിടെ ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്നതുപോലെ നിങ്ങൾ കൈപൊക്കി പിടിച്ച ശേഷം ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നിങ്ങൾക്കും കൃപ തരുമാറാകട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നിങ്ങളെ മാനിക്കും. പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർ കൈപൊക്കിയവർ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നാട്ടെ. കണ്ടോ, പൊക്കിയതിൽ പകുതി പേര് എഴുന്നേറ്റിട്ടില്ല. യേശു ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാവർക്കും വേണ്ടി. പൊക്കിയവർ താഴെയിടേണ്ട കർത്താവ് കാണുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കുവാൻ ധൈര്യമുള്ളവർക്ക് ഇനി ഒരു അവസരം കൂടെ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. ഇനി ആരുണ്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ? ആമേൻ. ഇപ്പോൾ എഴുന്നേറ്റവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2-3 സഹോദരന്മാർ ബാക്കിൽ എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷം. ഇനി ആരുണ്ട്? ചെറുപ്പക്കാരുടെ ഇടയിൽ, യുവതികളുടെ ഇടയിൽ, മധ്യവയസ്കരുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം യേശുവിന് വേണ്ടി സാക്ഷിയാകുവാൻ? യെസ്, പ്രൈസ് ദി ലോർഡ്. ഇനി ആരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ ചോദിക്കുവാൻ? ധൈര്യമുള്ളവർ, ചങ്കൂറ്റമുള്ളവർ, ഉറപ്പുള്ളവർ, സുവിശേഷത്തിന് വേണ്ടി മാനത്തോടെ. യെസ്, പ്രൈസ് ദി ലോർഡ്. ഇനി ആരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ധൈര്യം യേശു മാനിക്കുന്നു. നിങ്ങൾക്ക് ഈ നിമിഷം രോഗത്തിന്റെ സൗഖ്യം കിട്ടുവാൻ പോവുകയാണ്. നിങ്ങൾ നിന്ന് കഴിയുമ്പോൾ ദൈവം ഉറപ്പാക്കുകയാണ് നിങ്ങളുടെ തീരുമാനത്തെ. ഇനിയും ആരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കൈപൊക്കിയവർ കൈപൊക്കിക്കൊണ്ട് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യമുള്ളവർ ഈ നിൽക്കുന്നവർ അവിടെ എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിമിഷം കൂടെ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ തൊട്ടനുഗ്രഹിക്കുവാൻ, നിങ്ങൾ ഇരിക്കുന്ന കസാരയുടെ അടുത്ത് നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം ലഭിച്ച നസ്രാനി യേശുവിന്റെ നാമത്തിൽ ഈ കരം ഉയർത്തിയവരെയും എഴുന്നേറ്റ് നിൽക്കുന്നവരെയും ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിമിഷം തന്നെ ഈ ജീവിതങ്ങളെ തൊടുവാൻ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞെടുക്കുകയാണ്. സൗഖ്യമാകാം യേശുവിന്റെ നാമത്തിൽ. Be healed in the name of Jesus. I cast out every power of sickness in the name of Jesus. രോഗത്തിന്റെ എല്ലാ ആത്മാവിനെയും ശക്തിയെയും ഇന്ന് രാത്രി അതിന്റെ വേരോടെ ഞാൻ ശാസിച്ചു കളയുകയാണ്. വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. തലച്ചോറില്, ശരീരത്തില്, കാലില്, വയറ്റില്, കിഡ്നിയില്, ലിവറില്, ചങ്കില്, ഹാർട്ടില് നശിപ്പിക്കാൻ നോക്കുന്ന രോഗത്തിന്റെ ശക്തിയെ ഈ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകാം യേശുവിന്റെ നാമത്തിൽ. Be healed in the name of Jesus. സൗഖ്യമാകാം. തളർന്ന കാലുകൾ ജീവൻ പ്രാപിക്കട്ടെ. ക്ഷീണിച്ചിരിക്കുന്ന മനസ്സുകൾ ജീവൻ പ്രാപിക്കട്ടെ. ചില ഷുഗർ പേഷ്യന്റ് സൗഖ്യമാകട്ടെ. ചില ഹൃദ്രോഗികൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ
ഇന്ന് രാത്രി ഞങ്ങൾ സൗഖ്യവും വിടുതലും അവകാശം പറഞ്ഞെടുക്കുകയാണ്. കർത്താവെ, നിനക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവിതങ്ങളെ അങ്ങയുടെ വിശ്വസ്ത ഭുജത്താൽ അവരെ പിടിച്ച് നിത്യജീവന്റെ പങ്കാളികളാക്കി തീർക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. പുതിയതായി പ്രതിഷ്ഠിച്ചവർ, സാമ്പത്തിക ദുഃഖത്തിൽ നിൽക്കുന്നവർ, തകർച്ചയിൽ നിൽക്കുന്നവർ, അവരെ അനുഗ്രഹിക്കണമേ. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് സാക്ഷിക്കുവാൻ നീ അവർക്കും ഭാഗ്യം കൊടുക്കുമാറാകണമേ. സകലമാനോ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇത്രയും സമയം ശ്രദ്ധയോടെ തീരുമാനം കേട്ട എല്ലാവർക്കാടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർക്കാടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റെജിക്കായിട്ടും ഫാമിലിക്കായിട്ടും അവരുടെ ബന്ധുക്കൾക്കായിട്ടും കൂട്ടുകാർക്കായിട്ടും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കായിട്ടും ഞാനൊരു നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാം നല്ല മനുഷ്യരാണ്. ഇത്രയും സമയം ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേട്ട് യേശുവിന് വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ, ഞാൻ പോകുന്നതിന് മുമ്പ് ഈ എളിയവന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ ചെറിയ ആശുപത്രിക്ക് വേണ്ടിയും ഞങ്ങളുടെ ആത്മീയമായ ഭൗമികമായ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ പ്രദേശത്തുള്ള ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വേഗം വരുന്ന രക്ഷകനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഒരു ആരാധനാ ഗീതം പാടാം. നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളടിച്ച് ഈ നല്ല കർത്താവ് നല്ല വചനങ്ങൾ നമ്മളെ കേൾപ്പിച്ചു. നല്ല ആത്മീക ശുശ്രൂഷ, ആത്മീക സദ്യ നിങ്ങളിപ്പോൾ പ്രാപിച്ചു കഴിഞ്ഞു. ഇനി ഈ കർത്താവിനെ നമുക്ക് കരങ്ങളടിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആർപ്പോടെ സ്തുതിച്ച് നമുക്ക് ഇതിന്റെ സമാപന ശുശ്രൂഷയിലേക്ക് വരാം. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച്. ഇത്രയും സമയം ദൈവചരിത്രത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിലെ എല്ലാ നാമത്തിനും മേലായ നാമമാണ് നമ്മുടെ യേശുവിന്റെ നാമം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ യേശുവിന്റെ നാമത്തെ നമുക്ക് പാടി ആരാധിക്കാം. ശ്രീയേശു നാമം, അതിശയ നാമം, ഏഴയിക്കുന്ന നാമം എന്ന ഗാനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളോടൊപ്പം നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് ഗാനം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
നിങ്ങളിലേക്ക് വന്ന് അത് വാങ്ങിക്കൊണ്ടേ പോകാവുള്ളൂ. മറ്റുള്ളവർക്കും അത് തരാം. എല്ലാവർക്കും കാർഡ് തരാം. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉയർത്തിയ കാർഡ് മേടിക്കാം. എന്നിട്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും നിങ്ങൾ എഴുതി തന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരുന്നോ, സന്ദേശം ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് സംസാരിച്ചോ, അങ്ങനെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആകുലപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വളരെ സങ്കടത്തിലായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എഴുതുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് വിടുതലും ആശ്വാസം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതിനായിട്ടാണ് കാർഡ് തരുന്നത്. കാർഡ് തരുന്നവർ ദയവായിട്ട് വാങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് എഴുതി തരും. ആഹ്വാനം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പ്രിയ റീസേട്ടനോടും കുടുംബത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായി കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശം വെച്ചുകൊണ്ട് യേശു കർത്താവിന്റെ വരവിനെ ഘോഷിക്കുന്ന അങ്ങനെയുള്ള അർത്ഥം വരുന്ന ഒരു ഹിന്ദി ഗാനം നിങ്ങൾക്കായി അവസാനമായി ആലപിക്കുന്നു. ആരഹ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും കടന്നു വന്നതിന്. പ്രിയപ്പെട്ട റജി സഹോദരൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും. അതുകൊണ്ട് തന്നെ ഇവിടെ കാർഡുകൾ മേടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പൂരിപ്പിച്ചിട്ട് ഇവിടെ തന്നിട്ടേ പോകാമുള്ളൂ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. രണ്ടാമത്, നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ജോർജ് കോവൂർ ബ്രദറിൻ്റെ പ്രസംഗത്തിൻ്റെ CD ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ തരുന്നതായിരിക്കും. ഇന്ന് നടന്ന പ്രസംഗത്തിൻ്റെ CD